കോഴികളിലെ വാക്സിനേഷൻ. കോഴികളുടെ വാക്സിനേഷനെ കുറിച്ച് പറയുമ്പോൾ ബ്രോയിലർ കോഴികൾ, അതായത് ഇറച്ചി കോഴികളാണോ, മുട്ടക്കോഴികളാണോ, ബ്രീഡർ കോഴികളാണോ എന്നനുസരിച്ച് വാക്സിനേഷൻ ഷെഡ്യൂളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓരോന്നും ഓരോ പ്രായത്തിലുള്ളതല്ലേ. ആദ്യം നമുക്ക് ബ്രോയിലർ കോഴികൾക്ക് എന്തൊക്കെ വാക്സിനേഷൻ നൽകണമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും കോഴിവസന്തയ്ക്കെതിരെയുള്ള വാക്സിനേഷനും IBD, ഇൻഫെക്ഷസ് ബർസൽ ഡിസീസ് എന്ന രോഗത്തിനെതിരെയുള്ള വാക്സിനേഷനുമാണ് നമ്മൾ ബ്രോയിലർ കോഴികൾക്ക് നൽകേണ്ടത്. അതിൽ തന്നെ കോഴിവസന്തയുടെ വാക്സിൻ, RDF വാക്സിൻ അല്ലെങ്കിൽ ലെസോട്ട സ്ട്രെയിനിലുള്ള വാക്സിൻ കൊടുക്കേണ്ടത് 5 മുതൽ 7 ദിവസം പ്രായത്തിലാണ്. ഇതിന്റെ ബൂസ്റ്റർ പിന്നീട് നൽകേണ്ടത് 21ാമത്തെ ദിവസവുമാണ്. ഈ 5 മുതൽ 7 ദിവസം പ്രായത്തിലുള്ള വാക്സിൻ കൊടുക്കേണ്ടത് ഒരു തുള്ളി കണ്ണിലോ മൂക്കിലോ ആണ്. അതേസമയം 21ാമത്തെ ദിവസം നമ്മൾ നൽകുന്ന ബൂസ്റ്റർ വാക്സിനേഷൻ നൽകേണ്ടത് കുടിവെള്ളത്തിൽ ചേർത്തിട്ടാണ്. ഇനി IBD വാക്സിനേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ IBD വാക്സിൻ എന്നാണ് നൽകേണ്ടത്? ഇൻഫെക്ഷസ് ബർസൽ ഡിസീസ് എന്ന രോഗത്തിന്റെ വാക്സിനേഷൻ നൽകേണ്ടത് 14ാമത്തെ ദിവസമാണ്. കോഴിക്കുഞ്ഞിന് 14 ദിവസം പ്രായമുള്ളപ്പോൾ. അതിന്റെ ബൂസ്റ്റർ നൽകേണ്ടത് 28ാമത്തെ ദിവസവും. ഈ 2 വാക്സിനേഷനും കുടിവെള്ളത്തിൽ ചേർത്താണ് നമ്മൾ നൽകേണ്ടത്. ഇതായി കഴിഞ്ഞാൽ ബ്രോയിലർ കോഴികൾക്കുള്ള വാക്സിനേഷൻ കഴിഞ്ഞു. ഇനി മുട്ടക്കോഴികൾക്ക് നമ്മൾ എന്ത് വാക്സിനാണ് നൽകേണ്ടത്? മുട്ടക്കോഴികൾക്ക് ജനിച്ച ദിവസം തന്നെ കൊടുക്കേണ്ട വാക്സിനാണ് മാരക്സ് ഡിസീസ് എന്ന രോഗത്തിനെതിരെയുള്ള വാക്സിനേഷൻ. ഇതപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ബ്രോയിലറിന് കൊടുക്കുന്നില്ല? കാരണം മാരക്സ് രോഗം ഉണ്ടാകുന്നത് പലപ്പോഴും 8 ആഴ്ചയ്ക്ക് ശേഷമാണ്. അത്രയും കാലം നമ്മൾ ബ്രോയിലറുകളെ വളർത്തില്ലല്ലോ. അപ്പോൾ ജനിച്ച ദിവസം തന്നെ മാരക്സ് ഡിസീസ് വാക്സിൻ കഴുത്തിന് പിറകിൽ 0.2 മില്ലി ഒരു ഇഞ്ചക്ഷൻ രൂപത്തിലാണ് കോഴികൾക്ക് ജനിച്ച ദിവസം തന്നെ മാരക്സ് ഡിസീസ് വാക്സിൻ നൽകുന്നത്. പിന്നെ മുട്ടക്കോഴികൾക്ക് നൽകേണ്ടത് കോഴിവസന്തയുടെ തന്നെ ബൂസ്റ്റർ വാക്സിനേഷനും വേറൊരു തരം വാക്സിനുമാണ്. നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് ലസോട്ട സ്ട്രെയിനിലുള്ള വാക്സിനാണ്. എന്നാൽ 10ാമത്തെ ആഴ്ചയോ അല്ലെങ്കിൽ 1/2 കിലോ തൂക്കം വരുന്ന പ്രായത്തിൽ നമ്മൾ കോഴിവസന്തയുടെ RD2B അല്ലെങ്കിൽ RDBK എന്നുള്ള വാക്സിൻ നൽകണം. ഇതിന്റെ ബൂസ്റ്റർ നൽകേണ്ടത് പിന്നീട് 16ാമത്തെ ആഴ്ചയാണ്. കോഴിവസന്തയുടെ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോഴികൾക്ക് വിരമരുന്ന് കൊടുത്തിട്ട് വേണം ഈ വാക്സിൻ നൽകാൻ. എന്താണ് അതിന്റെ പ്രാധാന്യം? വിരമരുന്ന് കൊടുക്കാതിരുന്നാൽ കോഴിക്ക് സ്വതവേ ആരോഗ്യക്കുറവുണ്ടാകും. ആരോഗ്യക്കുറവുള്ള കോഴികളിൽ മതിയായ പ്രതിരോധ ശക്തി ഉണ്ടാവുകയില്ല. മുട്ടക്കോഴികൾക്ക് കൊടുക്കേണ്ട ഇനി ഒരു പ്രധാനപ്പെട്ട വാക്സിൻ കൂടിയുണ്ട്. അതാണ് ഫൗൾ പോക്സ് വാക്സിൻ. ഫൗൾ പോക്സ് എന്നാൽ കോഴിക്കുരുപ്പ്. ഈ രോഗത്തിനെതിരെയുള്ള വാക്സിൻ നൽകുന്നത് അതിന്റെ വിങ് വെബ് ഏരിയയിൽ, അതായത് അതിന്റെ ചിറകിന്റെ ഏരിയയിൽ പ്രിക്ക് മെത്തേഡിലൂടെയാണ്. പ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നുള്ളുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഒരു സൂചി കൊണ്ട് ഒരു പ്രിക്ക് മെത്തേഡിൽ കോഴിക്കുരുപ്പിനെതിരെയുള്ള വാക്സിനും കൊടുത്താൽ മാത്രമേ മുട്ടക്കോഴികൾക്കുള്ള വാക്സിൻ പൂർണ്ണമാകുകയുള്ളൂ.